അപ്പോൾ സുഹൃത്തുക്കളെ, ഡൈനറിലെ ഡിഷ് വാഷ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെന്ന് നോക്കാം. ആദ്യം കിച്ചണിലെ എൻട്രൻസിൽ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. കൈ കഴുകി തുടച്ച് ഹെയർ നെറ്റ് ഇടണം. മറ്റേ മുടിയോ മറ്റോ ഒന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. മീശ നല്ല ട്രിം ചെയ്തിട്ട് വേണം വരാൻ. താടിയൊന്നും പാടില്ല. പിന്നെ കയ്യിൽ വല്ല പൊട്ടലോ ചിരങ്ങോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് ഇടണം. അത്രയും നോക്കേണ്ടതുണ്ട്. കൈ കഴുകാനുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. എല്ലാം ഭംഗിയായി കഴുകി ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഡിഷ് വാഷിംഗ് മെഷീൻ്റെ അടുത്തെത്തി. അപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഹോട്ട് സെക്ഷൻ തകരാറിലായിട്ട് ആണ് ഇരിക്കുന്നുണ്ടായിരുന്നത്, അതായത് റിൻസ്. അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ കോയിൽ ലീക്ക് ആയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തുറന്നു നോക്കി അതിൻ്റെ ലീക്ക് നോക്കി അതിൻ്റെ കോയിൽ ഹീറ്റിംഗ് എലമെൻറ്റ് ചേഞ്ചാക്കി ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ഒരു ഡിഷ് വാഷിംഗ് മെഷീൻ എന്താണെന്ന് വെച്ചാൽ അതിൽ പിൻവശം നമ്മൾ പ്ലേറ്റിൽ വരുന്ന അതുപോലെ ബൗളിലൊക്കെ വരുന്ന കച്ചട അതിനുള്ളിലിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ സ്പ്രേ ഉണ്ട്. സ്പ്രേയിൽ കഴുകി പ്ലേറ്റ് സ്പ്രേ അടിച്ച് അതിലെ കച്ചട നമ്മൾ കൈ തൊടാൻ പാടില്ല. കച്ചട അതിൻ്റെ ഉള്ളിലെ എല്ലാം അഴുക്കുകളെല്ലാം കളഞ്ഞ് ഈ പുറത്ത് പ്ലേറ്റിൽ വെക്കേണ്ടതുണ്ട്. അതിലൊരു ട്രേ കാണും. ട്രേയിലാണ് നമ്മൾ വെക്കേണ്ടത്. ട്രേയിൽ പ്ലേറ്റുകൾ അതല്ലെങ്കിൽ ഗ്ലാസ്സുകൾ അതുപോലെ പല സംഗതികളും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയായി അതിലങ്ങനെ സ്പ്രേ അടിക്കുന്നുണ്ടല്ലോ, വൈറ്റ് മറ്റേ വെള്ളം സ്പ്രേ അടിക്കും. അപ്പോൾ ഈ പ്ലേറ്റുകളും അതുപോലെ ബൗളുകൾ പാത്രങ്ങളെല്ലാം ഗ്ലാസ്സുകളെല്ലാം അതിലൂടെ ആ സ്പ്രേയിലൂടെ കടന്നു വരുമ്പോൾ അതിലുള്ള എല്ലാം ബാക്ടീരിയ അഴുക്കുകളെല്ലാം നല്ല വൃത്തിയായി അതിൽ ഒരു വൃത്തിയായി പോകുകയും ഇതുപോലെ വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വയ്ക്കാനുള്ള ഏരിയയുണ്ട്. അതുപോലെ പാത്രങ്ങൾ മറ്റേ ചെറിയ പാത്രങ്ങളെല്ലാം അതിൽ അടുക്കായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എടുത്ത് മറ്റേ ആദ്യം പോകുന്നത് വാഷർ സെക്ഷനിലേക്കാണ്. വാഷർ സെക്ഷനിൽ നല്ല ശക്തിയായി വെള്ളം അടിച്ചുകൊണ്ടിരിക്കും, സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ആ സ്പ്രേയിൽ ഏത് ശക്തിയായിട്ടുള്ള അഴുക്കുകളും അതുപോലെ പലതരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളൊക്കെ എല്ലാം അതിൽ കഴുകിപ്പോവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ഹോട്ട് സെക്ഷൻ. ഈ ഹോട്ട് സെക്ഷനിൽ ആദ്യത്തെ സെക്ഷനിൽ 40 ഡിഗ്രിന് മുകളിലാണ് അത് വാഷ് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിൽ ഹോട്ട് സെക്ഷനിൽ 50 ഡിഗ്രിയുടെ മുകളിലാണ് വരിക. അപ്പോൾ 80 ഡിഗ്രിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുവിധം ബാക്ടീരിയ വൈറസ് എല്ലാം നശിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞ് 2 സെക്ഷൻ കെമിക്കലുകൾ വരുന്നുണ്ട്. ഒരു സെക്ഷൻ വാഷർ സെക്ഷനിലേക്ക് പോകും. അവിടെ സോപ്പ് ലിക്വിഡ് ടൈപ്പിലുള്ള സോപ്പാണ്. ആ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. രണ്ടാമത്തെ സെക്ഷനിലാണ് ഈ ഡ്രൈ ആവാനുള്ള കെമിക്കൽ. ആ കെമിക്കലിൽ പ്ലേറ്റ് അതുപോലെ ചെറിയ പാത്രങ്ങൾ അതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഡ്രൈ ആയി വരും. ഡ്രൈ ആവുകയും ഒപ്പം ബാക്ടീരിയ വൈറസ് എല്ലാം നശിച്ച് നമ്മൾക്കൊരു സേഫായ രീതിയിൽ തുടർന്നും ഭക്ഷിക്കാവുന്ന തരത്തിലും കുടിക്കാവുന്ന തരത്തിലും വരും. ഇതാണ് കെമിക്കൽ പമ്പ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് മെഷീൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഇട്ടിരിക്കുന്ന ട്രേ വരുന്നുണ്ടെന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ 2 സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ട്രേ ഈ വശത്തേക്ക് എത്തും. ട്രേ എത്തി. ഇനി ഇപ്പോൾ പ്ലേറ്റൊക്കെ ആണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡ്രൈ ആയി വരും. ഡ്രൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫാനുണ്ട്. ആ ഫാനിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ആവിയായി പോവും. 80 ഡിഗ്രി ആയി കാരണം പെട്ടെന്ന് ആവിയായി പോവും. ഒരുവിധം അസുഖങ്ങൾ നമുക്ക് വരാതെ